ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. യോഹന്നാന്റെ ആദ്യ ലേഖനത്തിലെ ഈ വാക്യം ക്രിസ്തീയ സന്ദേശത്തിൻ്റെ ഹൃദയം ഉൾക്കൊള്ളുന്നു. വിശ്വാസത്തിൻ്റെ കേന്ദ്ര തത്വം യേശുക്രിസ്തു തൻ്റെ ത്യാഗത്തിലൂടെ എല്ലാ മനുഷ്യരാശിയുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു. ഈ വാക്യത്തിൽ യോഹന്നാൻ ആദിമ ക്രിസ്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും ക്രിസ്തുവിൻ്റെ ബലിയുടെ വീണ്ടെടുപ്പ് ശക്തിയെക്കുറിച്ച് അവർക്ക് ഉറപ്പു നൽകുകയും ആ ഉറപ്പ് ലോകമെമ്പാടും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രായശ്ചിത്തം എന്ന പദം വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നതോ തൃപ്തിപ്പെടുത്തുന്നതോ ആയ പ്രവൃത്തിയെ ഇത് സൂചിപ്പിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സന്ദർഭത്തിൽ ക്രിസ്തുവിൻ്റെ ബലി മനുഷ്യരാശിയെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നു. അതുവഴി നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്നു എന്ന ആശയത്തിന് ഇവിടെ അടിവരയിടുകയാണ്. പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന നിലയിൽ ക്രിസ്തുവിനുള്ള ഊന്നൽ പകരം വയ്ക്കൽ പ്രായശ്ചിത്തം എന്ന ദൈവശാസ്ത്ര സങ്കല്പത്തെ പ്രതിഫലിപ്പിക്കുന്നു. അത് മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് അർഹമായ ശിക്ഷ യേശു സ്വീകരിച്ചു. അതുവഴി മനുഷ്യർക്ക് ദൈവവുമായി അനുരഞ്ജനം സാധ്യമാകുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ക്രിസ്തുവിൻ്റെ പാപപരിഹാര വേലയുടെ സാർവത്രികതയും ഈ വാക്യം അഭിസംബോധന ചെയ്യുന്നു. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിലെ പാപങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും ബാധകമാണെന്ന് പ്രസ്താവിക്കുന്നു. ഈ ഉൾക്കൊള്ളുന്ന ഭാഷ ദൈവകൃപയുടെ വിപുലമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ പശ്ചാത്തലമോ പദവിയോ പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും രക്ഷ നൽകുന്നു. ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൻ്റെ ഈ സാർവത്രിക വ്യാപ്തി എല്ലാ മനുഷ്യരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും കരുണയുടെയും ക്രിസ്ത്യൻ വിശ്വാസവുമായി പൊരുത്തപ്പെട്ടു നിൽക്കുന്നു. ക്രിസ്തീയ ആഖ്യാനത്തിൻ്റെ വിശാലമായ പശ്ചാത്തലത്തിൽ ഈ വാക്യം വീണ്ടെടുപ്പ്, ക്ഷമ, രക്ഷ എന്നീ തീമുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. പാപത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതും ദൈവവുമായുള്ള അനുരഞ്ജനത്തിൻ്റെ ആവശ്യകതയുള്ളതുമായ മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ക്രിസ്തീയ ധാരണയെ ഇത് ശക്തിപ്പെടുത്തുന്നു. ഈ ആവശ്യം നിറവേറ്റുന്ന രക്ഷകൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ സുപ്രധാന പങ്കിനെയും ഇത് ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യരാശിക്ക് ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു വഴി ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഈ വാക്യം ക്രിസ്ത്യൻ സമൂഹത്തിനും പ്രത്യാഘാതങ്ങളെ നൽകുന്നുണ്ട്. ഇത് വിശ്വാസികൾക്ക് ആശ്വാസത്തിൻ്റെയും ഉറപ്പിൻ്റെയും ഉറവിടമായി നിലനിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും അവനിലുള്ള വിശ്വാസത്തിലൂടെയുള്ള ക്ഷമയുടെ ഉറപ്പിനെക്കുറിച്ചും അവരെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൻ്റെ സന്ദേശം ലോകവുമായി പങ്കുവെക്കുവാനുള്ള വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെ ഇത് അടിവരയിടുകയാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയിൽ പങ്കുചേരുവാൻ ഇത് മറ്റുള്ളവരെയും ക്ഷണിക്കുന്നു. പ്രതീകാത്മകമായി ഈ വാക്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. ക്രിസ്തുവിൻ്റെ ത്യാഗത്തിലൂടെയുള്ള രക്ഷയുടെ കാതലായ ഉദ്ദേശത്തെ ഇത് നമുക്ക് കാണിച്ചു തരുന്നു. ഇത് ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. കൂടാതെ യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്യുന്ന ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും സമ്മാനം സ്വീകരിക്കുവാനുള്ള സാർവത്രിക ആഹ്വാനവും നമുക്ക് നൽകുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത പ്രവർത്തനത്തിലൂടെ അടിസ്ഥാന ക്രിസ്ത്യൻ വിശ്വാസത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്കു വേണ്ടിയുള്ള അവൻ്റെ ത്യാഗത്തിൻ്റെ സാർവത്രികതയും ഫലപ്രാപ്തിയെയും ഇത് നമുക്ക് ഉറപ്പു നൽകുന്നു. അത് വീണ്ടെടുപ്പ്, ക്ഷമ, രക്ഷ എന്നിവയുടെ കേന്ദ്രമായ
ശീർഷകങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നു. അത് വിശ്വാസികൾക്ക് ഉറപ്പു നൽകുകയും ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് വേലയിൽ പങ്കാളികളാകുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെയും കൃപയുടെയും ശക്തമായ പ്രഖ്യാപനമായി നിലകൊള്ളുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൻ്റെ പരിവർത്തന ശക്തി സ്വീകരിക്കുവാൻ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളിലൂടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.